ഞാൻ എൻ്റെ വ്യൂ ആയി പറയുന്നത്. ശരി ശരി ശ്രീ എം ആർ അഭിലാഷ്, താങ്കളുടെ വ്യൂ എന്താണ്? ചെയ്യാം. താങ്കളുടെ നിലപാട് എന്താണ്? ശ്രീ എം ആർ അഭിലാഷ്, ജസ്റ്റിസ് കെമാൽ പാഷയുമായി താങ്കൾ യോജിക്കുന്നോ ഇല്ലയോ? കമാൽ പാഷ സാറ് പറഞ്ഞത് വ്യക്തമായി നിയമത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള, കോടതി വിധികൾ വഴി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിയമം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് നമുക്ക് വിയോജിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രതിഷേധിച്ച് ഇപ്പൊ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുക, അതൊക്കെ തികച്ചും വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് നിയമപരമായിട്ട് 100% ശരിയാണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ 1980 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബച്ചൻ സിംഗ് കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒഫൻസിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാവൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നു. പിന്നീട് 1983 മച്ചി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേസുണ്ട്, മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഒഫൻസസ് ആണ് ഈ അപൂർവങ്ങളിൽ അപൂർവമായി വരുന്നത് എന്നത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കൊരു പക്ഷെ ഒരു കൊലപാതകം നടത്തിയ ഒരു പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവരോട് സമൂഹത്തിന് വളരെയധികം ദേഷ്യമുണ്ടാകാം. ഈ പെൺകുട്ടി നടത്തിയതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല, അതിന് കഴിയുകയുമില്ല. പക്ഷേ അത് ഈ ഒരു ഈ റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ട് വരുന്നോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമാണ് നിയമത്തിൽ. ഇപ്പോ അതിന്റെ ക്രൈറ്റീരിയ മച്ചി സിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തത്, എത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടുള്ള രീതിയിലാണ് അത് കമ്മിറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് ഒരു ഘടകമാണ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഒരാളുടെ വീടിന് തീയിടുകയാണ്, അതിനകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ വെന്ത് കൊല്ലാൻ വേണ്ടി വീടിന് തീയിടുകയാണ്. വീടിന് തീയിടുക എന്നുള്ളതല്ല ലക്ഷ്യം, പക്ഷെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ആൾ മരിക്കുക എന്നുള്ളതാണ്, വെന്ത് മരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. റയറസ്റ്റ് ഓഫ് ദ റയർ ഒഫൻസ് ആണ്. ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് ടോർച്ചർ ചെയ്യുക, ഇഞ്ചായിട്ട് വേദനിപ്പിച്ച് അവസാനം അതിന്റെ പരിസമാപ്തി എന്നുള്ള നിലയിൽ ജീവൻ എടുക്കുക, റയറസ്റ്റ് ഓഫ് ദ റയർ ആണ്. പിന്നെ കൊല്ലുമ്പോഴോ കൊന്നതിന് ശേഷമോ ശരീരം മ്യൂട്ടിലേറ്റ് ചെയ്യുക. അപ്പൊ അത്തരത്തിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒഫൻസിനെയാണ് റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നിയമപരമായിട്ട് പൂർണ്ണമായിട്ടും ശരിയാണ്. നമുക്ക് ഇവർക്ക് നമുക്ക് പിന്നെ കോടതി ശിക്ഷ വിധിക്കുമ്പോൾ അതിനകത്ത് 2-3 ഫാക്ടേഴ്സ് പരിഗണിക്കും. 2 മുഖ്യമായിട്ടുള്ള ഫാക്ടേഴ്സ്: അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും. അഗ്രവേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കഠിനമായ ശിക്ഷ കൊടുക്കണം, അതാണ്. മിറ്റിഗേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമൂഹിക സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ശിക്ഷ കുറയ്ക്കണമെന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ തന്നെ വിധിന്യായങ്ങളിൽ പറയുന്നത് വധശിക്ഷ എന്നുള്ളത് എക്സെപ്ഷൻ ആണ്. ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തമാണ് പൊതുവായിട്ടുള്ള ചട്ടം. എക്സെപ്ഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നാം വികാരത്തിന്റെ സൈഡ് പിടിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യം തോന്നി എന്നതുകൊണ്ട് തൂക്കിക്കൊല്ലണമെന്ന് പറയുമ്പോൾ നാം ഒരു പ്രാകൃതമായ ഒരു സമാജ വ്യവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അവരോട് എനിക്ക് വിയോജിപ്പുണ്ടായിട്ടല്ല, വൈകാരികമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെയും അത് നിയമം അനുവദിക്കില്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. നേരത്തെ കമാൽ പാഷ സാർ പറഞ്ഞ ആർഗ്യുമെന്റിനെ ഒരിക്കലും ആർട്ടിക്കിൾ 142 കൊണ്ട് ശ്രീമതി നിഷ പറഞ്ഞതുപോലെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല. 142 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം അനുവദനീയമായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എടുത്ത് വിനിയോഗിക്കുവാൻ കഴിയുന്ന അപൂർവ അധികാരമാണ്. അപ്പൊ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ന്യായാധിപനായിരുന്നപ്പോ ഏറ്റവും സത്യസന്ധമായിട്ടും ധീരമായിട്ടും ആരുടെയും മുഖം നോക്കാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നീതി നടപ്പാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ നാം അദ്ദേഹത്തിനോട് പ്രതികരണത്തോട് നാം വൈകാരികമായിട്ട് പ്രതികരിക്കാതിരിക്കുക, ആ കാഴ്ചപ്പാടിനോട് വേണമെങ്കിൽ വിയോജിക്കുക. ശരി ശരി. ജോർജ് ജോസഫ്, താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഇതിൽ വധശിക്ഷ വിധിച്ചത് ഉചിതമെന്നാണോ അതോ